ഒരു സെന്റൻസ് മേക്കിംഗ് ആണ്. വാക്യ ബനായേ സെന്റൻസ് മേക്കിംഗ് ആണ്. അപ്പോൾ സെന്റൻസ് മേക്കിംഗ് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഞാൻ അവൻ പോയി എന്നത് സെന്റൻസ് കംപ്ലീറ്റ് ആണ്, ഒരു വാക്യം കംപ്ലീറ്റ് ആണ്. അല്ല, ഞാൻ അവന്റെ കൂടെ, അതായത് എൻ്റെ കൂടെ എന്ന വാക്ക് ഈ ഒരു ഞാൻ അവൻ പോയിലേക്ക് കൂടെ പോകും അല്ലേ? അപ്പോഴാണ് നമ്മൾ ഈ എന്തുണ്ടായത്, ഈ സെന്റൻസിന് കറക്റ്റ് മീനിങ് ആയത്. ഞാൻ അവന്റെ കൂടെ പോയി. അപ്പോൾ നമ്മൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം എല്ലാ വാക്കിൻ്റെയും ഓരോ വേർഡിൻ്റെയും എടുത്ത് കാ, കെ, മേ, പർ, സേ, നെ, കേലി അങ്ങനെ കുറച്ച് വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ഹിന്ദിയിൽ പ്രത്യയ എന്ന് പറയുന്നത്. പ്രത്യയ എന്ന് പറയുന്നത് അപ്പം കാ, കെ, കി, കോ, മേ, പർ, സേ, നെ, കേലി ഹിന്ദിയിലെ കുറച്ച് പ്രത്യയങ്ങളാണ്. അതായത് പ്രത്യയം എന്ന് പറയുമ്പോൾ നമ്മൾ ആ വാക്ക് എന്താണ് വേർഡ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡിനാണ് പ്രത്യയം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ എത്ര വേർഡ്സ്? കാ, കെ, കി, കോ, കാ, കെ, കി, കോ, മേ, പർ, സേ, നെ, കേലിയെ. ഓക്കെ, കാ, കെ, കി ഇതിന്റെ അർത്ഥം എന്താണ്? ഇൻഡോടെ ഉള്ളത്. നമ്മൾ ആ ടോണിൽ പഠിച്ചു വെക്കുക, ഇൻഡോടെ ഉള്ളത്. ഇന്റെ, ഉടെ, ഉള്ള അല്ലേ? ഇന്റെ, ഉടെ, ഉള്ള അല്ലേ? കോ കോണ മീനിങ് എന്താണ്? ക്, ന്, യെ അല്ലേ? ക്, ന്, യെ അല്ലേ? മേ, മേ എന്ന് പറഞ്ഞാൽ ഇൽ, മേ, മേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്തേക്കാം. മേ, മേ, മേ ഉള്ളിൽ അകത്ത്, ഇതിന്റെ മേല് ഉള്ളിൽ അകത്ത് എന്തോ ഉണ്ട്. ആ ഒരു രീതി ഒരു ടെക്നിക്ക് കൊടുത്തേക്കാം. മേ, ഉള്ളിൽ അകത്ത്. പർ മുകളിൽ മേൽ, പർ മുകളിൽ മേൽ. സേ, സേ ഉള്ളത് കാൽ ആൾ കൊണ്ട്, മുതൽ നിന്ന് കൊണ്ട്. അതായത് ഒരു ടെക്നിക്കാണ് കാളെ ആളെ കൊണ്ട്. കാളെ ഇത് ശ്രദ്ധിക്കണം, മാറ്റം വരുത്താം, പക്ഷെ ഒരു കിട്ടാൻ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാളെ ആളെ കൊണ്ട് മുതൽ തിന്ന് ഓടി. മുതൽ തിന്നുള്ളോട്ട് നിന്ന് ഓടി. മനസ്സിലായി? അത് വേണമെങ്കിൽ അത് വിട്, ഇത് ഇങ്ങനെ തന്നെ പഠിക്കാം. കാൽ ആൾ കൊണ്ട് മുതൽ നിന്ന് നിന്ന് ഓടി. ഇനി നീക്ക് അർത്ഥമില്ല, പക്ഷെ നീ ഉപയോഗിക്കും. എപ്പോ നീ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നീ എന്ന വേർഡ് അല്ലെങ്കിൽ നീ എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആര്, ആര്, എന്ത്, ഹൂ, വാട്ട്, ആര്, എന്ത്. അതായത് ആര്, എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ രാജു പുസ്തകം വാങ്ങി. ആര് വാങ്ങി? രാജു. എന്ത് വാങ്ങി? പുസ്തകം. അപ്പൊ ആര്, എന്ത് എന്ന ചോദ്യത്തിന് ഹൂ, വാട്ട് അല്ലേ? ആര്, എന്ത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ആ സെന്റൻസിൽ നീ ചേർക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് നീ എന്നത് ചേർക്കുക. അപ്പം രാജുവിനെ, രാജുവിനെ എങ്ങനെ വരും? രാജുവിനെ കിതാബ്, രാജുവിനെ കിതാബ് लिया, ഈ കിതാബ് ഖരീദ. അപ്പൊ രാജുവിനെ കിതാബ് പുസ്തകം, കിതാബ് ഖരീദ, കിതാബ് लिया. कौन कौन എന്താ? कौन എന്താ? ആര് അല്ലേ? कौन ആര്? क्या എന്ത്? ആര് വാങ്ങി? രാജു വാങ്ങി. എന്ത് വാങ്ങി? കിതാബ് പുസ്തകം വാങ്ങി. ആ ഒരു സെന്റൻസിൽ നീ ചേർക്കുക. അടുത്തത് കേലിയെ വേണ്ടി, ഇതിന് വേണ്ടി, അതിനു വേണ്ടി അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ ഉള്ള ഒരു വേർഡിന്റെ മീനിങ് ആണ് കേലിയെ, ഉസ്കെ ലിയെ അവർക്ക് വേണ്ടി, ഉൻകെ ലിയെ അവർക്ക് വേണ്ടി. അപ്പൊ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേലി. ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകങ്ങളുള്ളത്. പ്രത്യേകങ്ങൾ, പ്രത്യേകങ്ങളല്ല പ്രത്യേകം. അർത്ഥമില്ല, പക്ഷെ ഉപയോഗിക്കുന്ന ആര് എന്ന ചോദ്യത്തിന്